ദശകം 4 അഞ്ചാമത്തെ ശ്ലോകം. വിസ്ഫുടാവയവ ഭേദസുന്ദരം ത്വദ്വപു സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാഃ ത്വദാശ്രയാഃ. ത്വദാശ്രയാഃ അവിടുത്തെ ശരണം പ്രാപിച്ച അടിയങ്ങൾ, ധ്യാനയോഗനിരതാഃ ധ്യാനയോഗത്തിൽ തൽപരന്മാരായിട്ട്, വിസ്ഫുടാവയവ ഭേദസുന്ദരം ത്വദ്വപു അവയവങ്ങൾ നല്ലവണ്ണം തെളിഞ്ഞു മിന്നുന്ന മനോഹരമായ അവിടുത്തെ രൂപം, സുചിരശീലനാവശാത് സുദീർഘമായ ധാരണാഭ്യാസത്താൽ, അശ്രമം മനസ്സി ചിന്തയാമഹേ ക്ലേശം കൂടാതെ മനസ്സിൽ ഭാവന ചെയ്തുകൊള്ളാം. അവ്യക്തമായ ഭഗവത് രൂപം വ്യക്തമായി തോന്നുന്നത് ധ്യാനയോഗത്തിലാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി ഭഗവത് രൂപം ഉള്ളിൽ ഉറച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ധ്യാനയോഗത്തിൽ താല്പര്യം വർദ്ധിച്ചവരായി, അതായത് ഇവിടെ മേൽപ്പത്തൂർ ഞങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭക്തന്മാരുടെയും ഒരു പ്രതിനിധിയായിട്ടാണ് മേൽപ്പത്തൂർ ഇത് പറയുന്നത്. അങ്ങയുടെ ആനന്ദ സുന്ദരമായ രൂപത്തെ നിരന്തരമായ ധാരണാഭ്യാസത്താൽ പ്രയാസം കൂടാതെ മനസ്സിൽ ഭാവന ചെയ്തുകൊള്ളാം. അങ്ങനെ ഭഗവാന്റെ മനോഹര രൂപത്തെ ധ്യാനിച്ച് കാലക്രമത്തിൽ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ ഉറപ്പിച്ച് ഭഗവാനെ പൂർണ്ണമായും ശരണാഗതിയടഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നതായി കവി അഭിപ്രായപ്പെടുന്നു. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതസ്ത്വദാശ്രയാ. ആറാമത്തെ ശ്ലോകം. ധ്യായതാം സകളമൂർത്തിം ഈദൃശീം ഉന്മിഷന്മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേ അവഭാസതേ. അയി ഈദൃശീം സകളമൂർത്തിം ധ്യായതാം അല്ലയോ ഭഗവാനെ, ഇപ്രകാരമുള്ള സാവയവ രൂപത്തെ ധ്യാനിക്കുന്നവരും ഉന്മിഷന്മധുരതാഹൃതാത്മനാം അഭിവ്യക്തമായ മാധുര്യത്താൽ വശീകൃത ഹൃദയരുമായ അങ്ങനെ ഉള്ളവരാണ് യോഗികൾ. അതുകൊണ്ട് നമ്മളിവിടെ യോഗികൾ എന്ന് മനസ്സിലാക്കണം. സാന്ദ്രമോദരസരൂപം ആന്തരം ആനന്ദ ഘനസ്വരൂപവും മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതുമായ തേ രൂപം ബ്രഹ്മ അവഭാസതേ അവിടുത്തെ രൂപമായ ബ്രഹ്മം പ്രകാശിക്കുന്നു. യോഗാംഗമായ ധ്യാനം അനുഷ്ഠിക്കുന്നവരായ യോഗികളുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്രകാരമുള്ള കലകളോട് കൂടിയ വിഗ്രഹത്തെ ധ്യാനിക്കുന്നവരും പ്രകാശമാനമായ സൗന്ദര്യം കൊണ്ട് വശീകരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരുമായ യോഗികൾക്ക് ഭഗവാന്റെ നിറഞ്ഞ ആനന്ദമാകുന്ന ബ്രഹ്മസ്വരൂപം പ്രകാശിക്കുന്നു. ധ്യായതാം സകളമൂർത്തിമീദൃശീം ഉന്മിഷന്മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസതേ.